ഹലോ, നമ്മൾ ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വരെ എടുക്കാവുന്നതാണ്. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പതിയെ കളറ് മാറി വരുന്ന ആ ഒരു ഇത് വരുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവിടവും നന്നായിട്ട് ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് ആ കറക്റ്റ് ആ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കരിഞ്ഞിട്ട് പോരുത്, ലോ ഫ്ലെയിമിലേക്ക് ആക്കുക ഈ ഒരു സമയം വരുമ്പോൾ. പിന്നെ ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഉടനെ തന്നെ ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കണം. 4 മുട്ട, 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് നല്ല തിളച്ച് ചൂടിലല്ല, കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം, എന്നാൽ തീരെ അങ്ങോട്ട് ചൂട് മാറിപ്പോവാനും പാടില്ല കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ തവി കൊണ്ട് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള മുട്ട പാലിൻ്റെ ചൂട് കൊണ്ടിട്ട് വെന്തിങ്ങനെ പാട പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിപ്പയിൽ കൂടെ ഒഴിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ടയൊക്കെ ചെറിയ നാര് പോലെയൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇനി നമുക്കിതിലേക്ക് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കവർ ചെയ്യാൻ പറ്റിയൊരു മൂടി ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യണ പോലെയല്ല, വെള്ളം ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നമ്മൾ ചൂടുള്ള പാത്രമൊക്കെ ഇറക്കി വെക്കില്ല, അതുപോലെ ഒരു തടുക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സംഭവം നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടോ കുത്തി നോക്കാം. അപ്പോൾ അതിലൊട്ടും പിടിക്കാണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് മാത്രം നോക്കിയാൽ പോരാ, നടുഭാഗം കൂടി നോക്കണം. നടുഭാഗം വേഗം കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നടുഭാഗം കൂടി നോക്കി കൺഫേം ആക്കിയിട്ട് ഇറക്കി വെക്കുക. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം, ചൂട് മാറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അൺമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അൺമോൾഡ് ചെയ്തെടുത്തപ്പോഴത്തേക്കും സൈഡ് കൊണ്ടൊന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ട് വേണമായിരുന്നു അൺമോൾഡ് ചെയ്യാൻ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് സൈഡൊക്കെ ഒരു ഫിനിഷിങ് ഇല്ലാതെ ഇരിക്കണത്. കറക്റ്റ് ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് സ്ക്വയറിൽ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.